1997 ഇറങ്ങിയ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമയിലൂടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ് ലിയനാർഡോ ഡി കാപ്രിയോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം UN നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മളിന്ന് കാണുന്നത്. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കുക. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, ഒരുപാട് വാക്കുകൾ പഠിക്കാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കാം, എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രസംഗം കാണുമ്പോൾ പുതിയതായിട്ട് പഠിച്ച ഒരു വാക്കെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ എഴുതുക. I stand before you not as an expert but as a concerned citizen, one of the 400,000 people who marched in the streets of New York on Sunday and the billions of others around the world who want to solve our climate crisis. As an actor, I pretend for a living. I play fictitious characters, often solving fictitious problems. I believe that mankind has looked at climate change in that same way, as if it were a fiction, as if pretending that climate change wasn't real would somehow make it go away. But I think we all know better than that now. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് എൻ എക്സ്പേർട്ട് ബട്ട് ആസ് എ കൺസേൺ സിറ്റിസൺ. ഓക്കെ, അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു പ്രാഗൽഭ്യമുള്ള ഒരാളായിട്ടല്ല, ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് എന്നാൽ ആസ് എ കൺസേൺഡ് സിറ്റിസൺ. കൺസേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്കണ്ഠയുള്ള ഒരു പൗരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, വൺ ഓഫ് ദ 400,000 പീപ്പിൾ ഹു മാർച്ച്ഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് ന്യൂയോർക്ക് ഓൺ സൺഡേ. ഓക്കെ, എന്താണ്? അതായത് ഈ ന്യൂയോർക്കിലൊരു വലിയ മാർച്ച് നടന്നു. അതായത് എന്താണ്? ഈ പ്രകൃതി സംരക്ഷണം, കാലാവസ്ഥ പ്രതിസന്ധി, അതിനൊക്കെ എതിരായിട്ട്, അതായത് ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ മാർച്ച് നടന്നു. അതിലൊരാളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അദ്ദേഹം നമ്മൾ ഈ 400,000 നമ്മൾ പറയുന്നത് 4 lakh എന്നാണ്. പക്ഷേ എന്താണ്, വിദേശികൾ സാധാരണ അങ്ങനെയാണ് പറയുന്നത്, 400,000 എന്നാണ്. ലാക്കിന് 100,000 എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മറ്റൊരു കാര്യം എന്താണ്, 10 ലക്ഷത്തിന് അവർ 1 million എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ 10 lakhs എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, ആൻഡ് ദ ബില്യൺസ് ഓഫ് others around the world who want to solve our ക്ലൈമറ്റ് ക്രൈസിസ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? അതുപോലെ തന്നെ ബില്യൺസ് ഓഫ് ആൾക്കാർ, ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 100 കോടിക്കണക്കിന് ആൾക്കാർ അല്ലേ, അതിൽ കോടിക്കണക്കിന് ആൾക്കാർ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, ലോകം മുഴുവനുള്ള ആൾക്കാർ, അവർക്ക് എന്താണ് വേണ്ടത്? ദേ വോണ്ട് ടു സോൾവ് അവർ ക്ലൈമറ്റ് ക്രൈസിസ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? കാലാവസ്ഥ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അവരിൽ ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. UN ഒരു സമിതിയിലാണ് അവിടെ രാഷ്ട്രത്തലവന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ മുമ്പിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, ആസ് ആൻ ആക്ടർ, ഓക്കെ, ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഐ പ്രിറ്റൻഡ് ഫോർ ലിവിങ്. ഓക്കെ, പ്രിറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിക്കുക അല്ലെങ്കിൽ നടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അഭിനേതാവ് തീർച്ചയായിട്ടും നടിക്കുകയാണല്ലോ അല്ലേ, അദ്ദേഹം അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം, ഞാൻ അഭിനയിക്കുകയാണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞ അഭിനയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഐ പ്ലേ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഓഫൻ സോൾവിങ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലംസ്. ഓക്കെ, ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ലോകത്തില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമല്ലേ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ പടം തന്നെ അങ്ങനെയുള്ളതായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഐ ബിലീവ് ദാറ്റ് മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് സെയിം വേ. ഓക്കെ, ആസ് ഇഫ് ഇറ്റ് വർ ഫിക്ഷൻ. ഓക്കെ, എന്താണ് പറഞ്ഞത്? മനുഷ്യവർഗം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെ അതേ രീതിയിലാണ് നോക്കിയത്, ആസ് ഇറ്റ് വർ ഫിക്ഷൻ. ഓക്കെ, ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെട്ടുകഥ എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ്? ഒരു കെട്ടുകഥ പോലെയാണ്, അത് അങ്ങനെ ഉള്ള ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാരെല്ലാം അതിനെ നോക്കി കാണുന്നതെന്ന് അദ്ദേഹം. പ്രിറ്റൻഡിങ് ദ ക്ലൈമറ്റ് ചേഞ്ച് വാസ്ന്റ് റിയൽ വുഡ് സംഹൗ മേക്ക് ഇറ്റ് ഗോ എവേ. ഓക്കെ, എന്താണ് പറഞ്ഞത്? പ്രിറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഭാവിക്കുകയാണ്, അങ്ങനെ നടിക്കുകയാണ്. എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്? അത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സംഭവം മേക്ക് ഇറ്റ് ഗോ എവേ. ഓക്കെ, എങ്ങനെയല്ല അത് ദൂരെ പൊക്കോളും, അല്ലെങ്കിൽ അതില്ലാതായിക്കോളും എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഐ തിങ്ക് വി ഓൾ നോ ബെറ്റർ ദാൻ
ദാറ്റ് നൗ. ഓക്കെ, അദ്ദേഹം പറയാണ് പക്ഷേ നമുക്കിപ്പം മനസ്സിലായി അത് അങ്ങനെയല്ല, അതിനേക്കാളും വലിയ ഒന്നാണ്. അതായത് ഇത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്, കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഒന്നാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു എൻവയറമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം എന്താണ് ഇതിനുവേണ്ടി പൊരുതുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോഴും നമുക്ക് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. I stand before you not as an expert, but as a concerned citizen. One of the 400,000 people who marched in the streets of New York on Sunday, and the billions of others around the world who want to solve our climate crisis. As an actor, I pretend for a living. I play fictitious characters, often solving fictitious problems. I believe that mankind has looked at climate change in that same way, as if it were a fiction, as if pretending that climate change wasn't real would somehow make it go away. But I think we all know better than that now. Okay, ഇതിന്റെ ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം. Every week we're seeing new and undeniable climate events, evidence that accelerated climate change is here right now. Our oceans are acidifying, with methane plumes rising up from the ocean floor. We are seeing extreme weather events and the West Antarctic and Greenland ice sheets melting at unprecedented rates, decades ahead of scientific projections. None of this is rhetoric, and none of it is hysteria. It is fact. The scientific community knows it, industry knows it, governments know it, even the United States military knows it. The chief of the U.S. Navy's Pacific Command, Admiral Samuel Locklear, recently said that climate change is our single greatest security threat. അദ്ദേഹം പറയാണ് എവറി വീക്ക് വി ആർ സീയിങ് ന്യൂ ആൻഡ് അൺഡിനയബിൾ ക്ലൈമറ്റ് ഇവന്റ്. എല്ലാ ആഴ്ചയും നമ്മൾ പുതിയതായിട്ടുള്ള അൺഡിനയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമറ്റ, അതായത് യഥാർത്ഥത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസ്. ഇവിടെ ഇവൻറ്റ്സ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹിയർ റൈറ്റ് നൗ. ഓക്കെ, എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ എന്നാണ് പറഞ്ഞത്. അത് തെളിവുകളാണ്. ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ചസ്, ആക്സിലറേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തെളിവായിട്ട് പറയുകയാണ് അവർ ഓഷ്യൻസ് ആർ ആസിഡിഫൈങ്. ഓക്കെ, എന്താണ് നമ്മുടെ സമുദ്രമൊക്കെ ആസിഡിഫൈ, കൂടുതൽ ആസിഡിൻ്റെ അംശം, അതായത് അദ്ദേഹം പറയുന്നത് അമ്ലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? മിഥൈൻ പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂട എന്ന് പ്ലൂംസ് എന്ന് പറയാം, അതല്ലെങ്കിൽ കുമിളകൾ എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആസിഡിൻ്റെതായിട്ടുള്ള കുമിളകൾ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫ്രം ദ ഓഷ്യൻ ഫ്ലോർ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും. അതുപോലെ അദ്ദേഹം പറയണം വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. ഓക്കെ, എന്താണ് ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെസ്റ്റ് അന്റാർട്ടിക്, ഓക്കെ, അന്റാർട്ടിക്കും അതുപോലെ തന്നെ ഗ്രീൻലൻഡിലുള്ള ഐസ് ഷീറ്റ്സ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ്സ്. ഓക്കെ, അൺപ്രസിഡൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടാകാത്ത തരത്തിലുള്ള എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അത്തരം പെട്ടെന്നുള്ള ഇതുവരെ ഇല്ലായിരുന്ന ഒരു രീതിയിലുള്ള ഒരു രീതിയിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഡെക്കേഡ്സ് എഹെഡ്സ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻസ്. ഓക്കെ, എന്താണ് ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലങ്ങൾ, 10 കൊല്ലങ്ങളുടെയാണ് ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് നൺ ഓഫ് ദിസ് ഇസ് റെട്രിക്. റെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ചുമ്മാ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നൺ ഓഫ് ദിസ് ഈസ് ഹിസ്റ്റേരിയ. ഹിസ്റ്റേരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, അല്ലെങ്കിൽ മോഹാലസ്യം, ഭ്രാന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ ചുമ്മാ വിളിച്ചു പറയുന്നതല്ല, പ്രസംഗത്തിൻ്റെ പേര് പറയുന്നതല്ല, അല്ലെങ്കിൽ ഭ്രാന്തായിട്ട് പറയുന്നതല്ല. ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ഇത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. The scientific community knows it. ഓക്കെ, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇതറിയാം. ഓക്കെ, ഇൻഡസ്ട്രി നോസ് ഇറ്റ്. ഓക്കെ, വ്യവസായങ്ങൾക്ക് ഇതറിയാം. ഗവൺമെൻറ് നോസ് ഇറ്റ്. ഓക്കെ, ഗവൺമെൻറ്റിന് ഇതറിയാവുന്ന കാര്യമാണ്. ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി നോസ് ഇറ്റ്. ഓക്കെ, എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് മിലിറ്ററിക്കും ഇതറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് എന്താണ്? ദ ചീഫ് ഓഫ് US നേവീസ് പസഫിക് കമാൻഡ്. ഓക്കെ, ആ US നേവിയുടെ പസഫിക് കമാൻഡിൻ്റെ ചീഫ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റീസെൻ്റ്ലി സാഡ്. ഓക്കെ, വളരെ ഈയിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. ഓക്കെ, ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോഴേ മറ്റ് രാജ്യങ്ങളൊന്നും അല്ല. എന്താ അദ്ദേഹം പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ചാണ് ഏറ്റവും വലിയ ഭീഷണി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇപ്പോഴേ ഈ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം.
Every week we're seeing new and undeniable climate events, evidence that accelerated climate change is here right now. Our oceans are acidifying, with methane plumes rising up from the ocean floor. We are seeing extreme weather events and the West Antarctic and Greenland ice sheets melting at unprecedented rates, decades ahead of scientific projections. None of this is rhetoric, and none of it is hysteria. It is fact. The scientific community knows it, industry knows it, governments know it, even the United States military knows it. The Chief of the U.S. Navy's Pacific Command, Admiral Samuel Locklear, recently said that climate change is our single greatest security threat. ഓക്കെ, ഇതിന്റെ ബാക്കി അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. My friends, this body, perhaps more than any other gathering in human history, now faces this difficult but achievable task. You can make history, or you will be vilified by it. To be clear, this is not about just telling people to change their light bulbs or to buy a hybrid car. This disaster has grown beyond the choices that individuals make. This is now about our industries and our governments around the world taking decisive, large-scale action. Now must be our moment for action. We need to put a price tag on carbon emissions and eliminate government subsidies for oil, coal, and gas companies. We need to end the free ride that industrial polluters have been given in the name of a free market economy. They do not deserve our tax dollars. They deserve our scrutiny, for the economy itself will die if our ecosystems collapse. അദ്ദേഹം പറയാണ്, അതായത് ആ യുഎൻ്റെ ആ ബോഡിയാണ്, അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അദ്ദേഹം പറയാണ്, മൈ ഫ്രണ്ട്സ്, ദിസ് ബോഡി പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മോർ ദാൻ എനി അതർ ഗ്യാതറിങ്, ഓക്കെ, ഏത് വലിയ സമ്മേളനം എടുത്താലും അതിനേക്കാളും ഒക്കെ വലിയ ഒന്നായിരിക്കും ഈ സമ്മേളനം. കാരണം ഒത്തിരി പേര് ആൾക്കാർ പല രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇരിപ്പുണ്ടല്ലേ, ഓക്കെ. അതുപോലെ തന്നെ പറയാണ്, നൗ ഫേസസ് ദിസ് ഡിഫിക്കൽട്ട് ബട്ട് അച്ചീവബിൾ ടാസ്ക്, ഓക്കെ. എന്താണ് പറഞ്ഞത്, വളരെ ബുദ്ധിമുട്ടുള്ള എന്നാൽ നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, യു ക്യാൻ മേക്ക് ഹിസ്റ്ററി, ഓക്കെ, നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഓക്കെ, ഓർ യു വിൽ ബി വില്ലിഫൈഡ് ബൈ ഇറ്റ്. ഓക്കെ, എന്താണ് വില്ലിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു വില്ലനായി മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു വില്ലനായിട്ട് മാറും എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയണ, ടു ബി ക്ലിയർ, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെല്ലിങ് പീപ്പിൾ, ഓക്കെ, എന്താണ്, ഇത് വളരെ കൃത്യമായിട്ട് പറയാം, ഇത് ആൾക്കാരോട് അവരുടെ ബൾബ് മാറാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഹൈബ്രിഡ് കാർ വാങ്ങിക്കാനോ ഒന്നും പറയാനുള്ള ഒരു കാര്യമല്ല ഇത്. ഓക്കെ, ഹൈബ്രിഡ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്രോളും ഡീസലും കൂടാതെ തന്നെ അതിൻ്റെ അകത്തൊരു ഇലക്ട്രിക് മോട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം കൊണ്ടും വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഹൈബ്രിഡ് കാർ. പക്ഷേ എന്താണ്, ദിസ് ഡിസാസ്റ്റർ, ഈ ദുരന്തം ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക്. ഓക്കെ, എന്താണ്, ഓരോ ആളുകളും ഉണ്ടാക്കാവുന്ന ഒരു ചോയ്സ്, എടുക്കാവുന്ന ഒന്നിനേക്കാളും ഒക്കെ ഒരുപാട് മുകളിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. കാരണം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ട സമയമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയണം, ദിസ് ഈസ് നൗ അബൌട്ട് അവർ ഇൻഡസ്ട്രീസ്, ഓക്കെ, എന്താണ് ഒന്ന് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ ആൻഡ് അവർ ഗവൺമെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ് ടേക്കിംഗ്, ഓക്കെ, അതുപോലെ തന്നെ ലോകത്തിലുള്ള ഗവൺമെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ് ടേക്കിംഗ് ഡിസിസീവ് ലാർജ് ആക്ഷൻ. ഓക്കെ, എന്താണ് ഡിസിസീവ് എന്ന് പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള വലിയ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, നൗ മസ്റ്റ് ബി അവർ മൊമെൻറ്റ് ഫോർ ആക്ഷൻ. ഓക്കെ, ഇതാണ് നടപടി എടുക്കാനുള്ള സമയം. അദ്ദേഹം പറയാണ്, we need to put a price tag on carbon emissions. ഓക്കെ, പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു വില നിശ്ചയിക്കണം. ഓക്കെ, എന്താ, കനത്ത ഒരു ഫീസ് ഈടാക്കണം ഈ കാർബൺ, അതായത് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് അല്ലേ, അതിനൊരു വലിയ വില ഇടണം, എങ്കിലേ അതിനെ തടയാൻ പറ്റുള്ളൂ. ഭയങ്കര ഒരു വിലയാണെങ്കിൽ ആൾക്കാർ അത് പരിപാടി നിർത്തും അല്ലേ. ആൻഡ് എലിമിനേറ്റ്, ഓക്കെ, അതുപോലെ തന്നെ ഇലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ്, ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ ഇല്ലാതാക്കണം. ആർക്ക് വേണ്ടി, ഫോർ ഓൾ കോൾ ആൻഡ് ഗ്യാസ് കമ്പനീസ്. ഈ കോൾ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഗ്യാസ് കമ്പനികൾക്ക് കൊടുക്കുന്ന സബ്സിഡി ഇല്ലാതാക്കണം. ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്രോൾ, ഡീസൽ, അങ്ങനെ പെട്രോളിയത്തിന് സാധാരണ വെളിയിൽ പറയുന്നത് ഗ്യാസ് എന്നാണ്. അതേ പറയാണ്, വി നീഡ് ടു എൻഡ് ദ ഫ്രീ റൈഡ് ദാറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഗിവൺ ഇൻ ദ നെയിം ഓഫ് എ ഫ്രീ മാർക്കറ്റ് എക്കണോമി. നമ്മൾ ഈ മറ്റുള്ളവർക്ക് ഈ ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കച്ചവടം ചെയ്യാം, വളരെ വലിയ ടാക്സ് ഒന്നും ഇല്ലാതെ ഉള്ള ചില റിലേഷൻഷിപ്പൊക്കെ ഉണ്ട് പല രാജ്യങ്ങളായിട്ട്, അതെല്ലാം നിർത്തണം എന്നാണ് പറയുന്നത്. ആർക്ക് നിർത്തണം? ഇൻഡസ്ട്രി പൊല്യൂട്ടേഴ്സിനും. ഓക്കെ, അതെന്താണ്, ഈ ഒരുപാട് മാലിന്യം
ഉണ്ടാക്കുന്ന കമ്പനികൾക്കെല്ലാം കൊടുക്കുന്ന ആ ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്നുള്ള പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദേ ഡു നോട്ട് ഡിസേർവ് അവർ ടാക്സ് ഡോളേഴ്സ്. ഓക്കെ, അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് ആക്സസ് കൊടുക്കേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ ഡിസേർവ് അവർ സ്കൂട്ടനി. സ്കൂട്ടനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന എന്നാണ് അർത്ഥം. അതായത് എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ ഇല്ലാതെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒക്കെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഫോർ ദ എക്കണോമി ഇറ്റ് സെൽഫ് വിൽ ഡൈ ഇഫ് അവർ എക്കോസിസ്റ്റംസ് കൊളാപ്സ്. ഓക്കെ, എന്താ അദ്ദേഹം പറയാണ്, നമ്മുടെ പൂർണ്ണമായിട്ട് സാമ്പത്തിക സ്ഥിതി തകർന്നു പോകും എങ്ങനെയാണെങ്കിൽ ഇഫ് ദ എക്കോസിസ്റ്റംസ്, അതായത് എന്താണ്, ആവാസ വ്യവസ്ഥ തടയുകയാണെങ്കിൽ, കൊളാപ്സ് തകരുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ എക്കണോമി പൂർണ്ണമായിട്ട് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ നശിച്ചു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ കാര്യം നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. My friends, this body, perhaps more than any other gathering in human history, now faces this difficult but achievable task. You can make history, or you will be vilified by it. To be clear, this is not about just telling people to change their light bulbs or to buy a hybrid car. This disaster has grown beyond the choices that individuals make. This is now about our industries and our governments around the world taking decisive, large-scale action. Now must be our moment for action. We need to put a price tag on carbon emissions and eliminate government subsidies for oil, coal, and gas companies. We need to end the free ride that industrial polluters have been given in the name of a free market economy. They do not deserve our tax dollars. They deserve our scrutiny, for the economy itself will die if our ecosystems collapse. അപ്പോൾ നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടത്. അത് നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ കൃത്യമായിട്ടൊന്ന് കേട്ടു നോക്കാം. I stand before you not as an expert, but as a concerned citizen, one of the 400,000 people who marched in the streets of New York on Sunday, and the billions of others around the world who want to solve our climate crisis. As an actor, I pretend for a living. I play fictitious characters, often solving fictitious problems. I believe that mankind has looked at climate change in that same way, as if it were a fiction, as if pretending that climate change wasn't real would somehow make it go away. But I think we all know better than that now. Every week we're seeing new and undeniable climate events, evidence that accelerated climate change is here right now. Our oceans are acidifying, with methane plumes rising up from the ocean floor. We are seeing extreme weather events and the West Antarctic and Greenland ice sheets melting at unprecedented rates, decades ahead of scientific projections. None of this is rhetoric, and none of it is hysteria. It is fact. The scientific community knows it, industry knows it, governments know it, even the United States military knows it. The Chief of the U.S. Navy's Pacific Command, Admiral Samuel Locklear, recently said that climate change is our single greatest security threat. My friends, this body, perhaps more than any other gathering in human history, now faces this difficult but achievable task. You can make history, or you will be vilified by it. To be clear, this is not about just telling people to change their light bulbs or to buy a hybrid car. This disaster has grown beyond the choices that individuals make. This is now about our industries and our governments around the world taking decisive, large-scale action. Now must be our moment for action. We need to put a price tag on carbon emissions and eliminate government subsidies for oil, coal, and gas companies. We need to end the free ride that industrial polluters have been given in the name of a free market economy. They do not deserve our tax dollars. They deserve our scrutiny, for the economy itself will die if our ecosystems collapse. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതി. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോഴും നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച ഒരു വാക്കെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.